25 വർഷത്തെ സേവന പരിചയമുള്ള ടെക്നീഷ്യന്മാർ കൂടാതെ എല്ലാ ടെസ്റ്റുകൾക്കും 15% വിലക്കിഴിവും. വൈറ്റമിൻ ടെസ്റ്റുകൾക്ക് പ്രത്യേക പാക്കേജും ഇവിടെ ലഭ്യമാണ്. വേഗമാകട്ടെ, ഈ അവസരം പ്രയോജനപ്പെടുത്തൂ. കാരുണ്യ ഡയഗ്നോസ്റ്റിക് ക്ലിനിക്കൽ ലബോറട്ടറി, ഒറ്റപ്പാലം. 4ാം റൗണ്ട് വോട്ടെണ്ണൽ കഴിഞ്ഞതും വിജയം പ്രഖ്യാപിച്ച് തൃത്താലയിലെ UDF സ്ഥാനാർത്ഥി VT ബൽറാം. 4ാം റൗണ്ട് വോട്ടെണ്ണൽ കഴിഞ്ഞതും വിജയം പ്രഖ്യാപിച്ച് തൃത്താലയിലെ UDF സ്ഥാനാർത്ഥി VT ബൽറാം. 4ാം റൗണ്ട് എണ്ണി പകുതിയാകുമ്പോഴേക്കും തന്നെ തനിക്ക് വലിയ ആത്മവിശ്വാസം ലഭിച്ചതായി VT ബൽറാം മാധ്യമങ്ങളോട് പറഞ്ഞു. തീർന്നിട്ടില്ല, എന്നാൽ പോലും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു മാർജിനിൽ വിജയിക്കാൻ സാധിക്കുമെന്നുള്ള പൂർണ്ണമായിട്ടുള്ള ആത്മവിശ്വാസം ഞാൻ പ്രഖ്യാപിക്കുന്നു. 4ാം റൗണ്ടിൽ ഇത്രയും വലിയൊരു ആത്മവിശ്വാസം, റൗണ്ടുകൾ 12 തീർച്ചയായിട്ടും 14-15 റൗണ്ടുകളുണ്ട്. പക്ഷെ 4 റൗണ്ടുകളിലെ ഭൂരിപക്ഷത്തെ ആസ്പദമാക്കി തന്നെ എനിക്ക് നല്ല കോൺഫിഡൻസ് ഈ ഘട്ടത്തിൽ തോന്നുന്നുണ്ട്. നല്ലൊരു ഭൂരിപക്ഷത്തിൽ, കഴിഞ്ഞ തവണ ഞാൻ പരാജയപ്പെട്ടതിൻ്റെ ഏതാണ്ട് ഇരട്ടിയോളം വരുന്ന ഭൂരിപക്ഷത്തിൽ ഇത്തവണ UDFന് തൃത്താലയിൽ വിജയിക്കാൻ സാധിക്കും. മണ്ഡലത്തിൽ BJPക്കൊപ്പം എന്നല്ല ആരുമായും കൂട്ടുകെട്ടില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. കപൂർ പഞ്ചായത്തിൽ ഒരു ബൂത്തിൽ BJPക്ക് ഒരു വോട്ട് മാത്രം ലഭിച്ചത് UDF BJP കൂട്ടുകെട്ട് മൂലമാണെന്നുള്ള ആരോപണത്തോട് പ്രതികരിക്കുകയായിരുന്നു VT ബൽറാം. കപൂർ പഞ്ചായത്തിലെ അമേറ്റിക്കരയിൽ 38ാം ബൂത്തിൽ BJPക്ക് ഒറ്റൊരു വോട്ടാണ് കിട്ടിയുള്ളതെന്ന് പറഞ്ഞു. അവിടെ ബൽറാം വലിയ രീതിയിൽ ലീഡ് ഉയർത്തിയിട്ടുണ്ട്. അപ്പോൾ BJP ആയിട്ടൊരു ഡീൽ ഉണ്ടെന്നുള്ളൊരു ഒരിക്കലും കേരളത്തിൽ എന്നെ അറിയാവുന്ന UDFന് അറിയാവുന്ന ആർക്കും പറയാൻ കഴിയുന്ന ഒരു കാര്യമല്ലല്ലോ. അങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ? ഒരു കാരണവശാലും 38ാം ബൂത്തിൽ BJPക്ക് നമ്മൾ ചില ഐഡിയോളജിയോടുള്ള ഡിഫറൻസ് ആണല്ലോ. എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഉടനീളം ഞാൻ വെച്ച് പുലർത്തിയിട്ടുള്ളത് ആ പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള വിയോജിപ്പാണെന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ BJPയുമായിട്ടോ SDPയുമായിട്ടോ PDPയുമായിട്ടോ ഒരു കൂട്ടുകെട്ടുമില്ലാതെ ആധികാരികമായിട്ടുള്ളൊരു വിജയം UDFന് തൃത്താലയിലും കേരളത്തിലും നേടാൻ സാധിച്ചു എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതേസമയം LDF സ്ഥാനാർത്ഥിക്ക് SDPI, PDP എന്നിവരുമായി കൂട്ടുകെട്ടുള്ള സ്ഥാനാർത്ഥിയാണെന്നും കഴിഞ്ഞ തവണ ഉണ്ടായതുപോലെ RSSന്റെ വോട്ടുകൾ LDFന് തന്നെ ആയിരിക്കും പോയിട്ടുണ്ടാവുക എന്നും അദ്ദേഹം വ്യക്തമാക്കി. PDP പരസ്യമായി LDF സ്ഥാനാർത്ഥിക്ക് അനുകൂലമായ നിലപാടെടുക്കുകയും ഫ്ലക്സ് ബോർഡുകൾ ഉയർത്തുകയും ചെയ്തൊക്കെ നിങ്ങൾ കണ്ടിട്ടുള്ളതാണ്. RSSന്റെ വോട്ടും സ്വാഭാവികമായി കഴിഞ്ഞ തവണത്തേതുപോലെ ഇത്തവണ അവർക്ക് തന്നെയാണ് പോയിട്ടുണ്ടാവാൻ സാധ്യത. ഞാൻ പക്ഷേ തുടക്കം മുതൽ തന്നെ പറഞ്ഞിരുന്നു, അത്തരത്തിലുള്ള ഏത് അവിശുദ്ധ കൂട്ടുകെട്ടുണ്ടെങ്കിലും അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് ശക്തമായ ഒരു തിരിച്ചുവരവ് തൃത്താലയിൽ UDFന് ഇത്തവണ സാധിക്കും. ഏതൊക്കെ കൂട്ടുകെട്ടുണ്ടായാലും ഇക്കുറി തൃത്താലയിൽ UDF വിജയിക്കുമെന്നും അത് ജനങ്ങളോടുള്ള വിശ്വാസമായിരുന്നെന്നും ആ വിശ്വാസം ജനങ്ങൾ നിലനിർത്തിയെന്നും അദ്ദേഹം പറഞ്ഞു. ശക്തമായ ഒരു തിരിച്ചുവരവ് തൃത്താലയിൽ UDFന് ഇത്തവണ സാധിക്കും. അത് ജനങ്ങളിലുള്ള വിശ്വാസമായിരുന്നു. ആ വിശ്വാസത്തെ ജനങ്ങൾ നെഞ്ചിലേറ്റി എന്നുള്ളതിൽ എനിക്ക് അങ്ങേയറ്റത്തെ സന്തോഷമുണ്ട്. ഞാൻ എൻ്റെ നാടിനോടുള്ള എൻ്റെ നിസ്സീമമായിട്ടുള്ള നന്ദി ഈ അവസരത്തിൽ രേഖപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു.